ജൂൺ ജൂലൈ മഴക്കാലം. കുട്ടികൾക്ക് ഇത് അധ്യയന വർഷത്തിൻ്റെ അലസത നിറഞ്ഞ കാലം. യുവതി യുവാക്കൾക്ക് ഇത് പ്രണയത്തിൻ്റെ നനവുള്ള മഴക്കാലം. പ്രായമായവർക്ക് ഇത് ഓർമ്മകളുടെയും നെടുവീർപ്പുകളുടെയും കാലം. എന്നാൽ എനിക്ക് ഇത് പുതിയ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും കാലം. ഇന്ന് ജൂൺ 29 സെന്റ് പീറ്റേഴ്സ് ഡേ. ഞാൻ പീറ്റർ. വർഷങ്ങൾക്ക് മുമ്പ് വീട് വിട്ടിറങ്ങിയതും ഒരു ജൂൺ 29 ഡിപ്രഷനിലെത്തുന്നതിന് മുമ്പ് വീട് വിട്ടിറങ്ങിയ ആ രാത്രി. എൻ്റെ ബാല്യം. ഒറ്റയ്ക്കിരുന്ന ഏകാന്ത നിമിഷങ്ങളിൽ ഒരു വിളിക്കായി ഞാൻ കാതോർത്തിരുന്നു. ആരും എന്നെ വിളിച്ചില്ല, ആരും എന്നെ ഓർത്തില്ല. ഇരുളാർന്ന ജനലഴികൾക്കിടയിലൂടെ എൻ്റെ ബാല്യവും കുസൃതിയും കടന്നു പോകുന്നത് ഞാൻ നോക്കി നിന്നു. പീറ്റർ, ബാല്യത്തെ പിന്തുടർന്ന് കൗമാരവും തീരുമെന്ന അവസ്ഥയിൽ എൻ്റെ ഏകാന്ത നിമിഷങ്ങളിൽ എന്നോട് സൗഹൃദം പങ്കിടാൻ വന്നത് അവൾ ഒരാൾ മാത്രമായിരുന്നു, സ്റ്റെല്ല. ഞങ്ങൾ വളർന്നപ്പോൾ ഞങ്ങളുടെ സൗഹൃദവും വളർന്നു. സ്റ്റെല്ലയുടെ പ്രസൻസ് എൻ്റെ ഏകാന്തത പങ്കിടാൻ വന്ന ഒരേ ഒരാൾ. കഴിഞ്ഞ 6 വർഷക്കാലം വീട് വിട്ട് നിന്നപ്പോഴും ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയപ്പോഴും ഈ നല്ല അവസ്ഥയിലെത്തുവാൻ അവൾ തന്ന സപ്പോർട്ട്, അവളുടെ കോൾ, വല്ലപ്പോഴും വരുന്ന കത്തുകൾ, ഗ്രീറ്റിംഗ് കാർഡ്സ്, ഇവയൊക്കെയായിരുന്നു എൻ്റെ ഇൻസ്പിറേഷൻസ്. ദീസ് ആർ ദ റിയൽ റീസൺസ് ഫോർ മൈ എക്സിസ്റ്റൻസ്. ഇന്ന് ഈ 6 വർഷങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് തിരിക്കുമ്പോൾ മനസ്സിലൊരു ലക്ഷ്യം മാത്രം, സ്റ്റെല്ല. I am going to propose her. അതിനായി ഞാൻ തിരഞ്ഞെടുത്ത ഈ ദിവസം എൻ്റെ പപ്പയുടെ ഓർമ്മ ദിവസം. അവസാന 3 വർഷങ്ങളിൽ അവൾ എന്നെ വിളിച്ചില്ല, കത്തുകൾ അയച്ചില്ല. പല തവണ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും കിട്ടിയില്ല. പക്ഷേ ഞാൻ കാത്തിരുന്നു. ഈ ദിവസത്തിന് വേണ്ടി, ഈ സന്തോഷങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു. സിസ്റ്റർ,
നേരിൽ കണ്ടത് ഒരു ദുസ്വപ്നം പോലെ സത്യമാകരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. സ്വപ്നവും സത്യവും ഒന്നായിരുന്നു എന്ന തിരിച്ചറിവിൽ ഞാനെന്ന സത്യം അലിഞ്ഞില്ലാതായി. സ്നേഹവും സൗഹൃദവും രണ്ടാണ്. ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുകയായിരുന്നു. ഇനി എന്ത് എന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരമില്ല. ഐ തിങ്ക് ദിസ് ഈസ് ദ എൻഡ്. പീറ്റർ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ കൽപ്പനയും അനുസരിച്ച് ഈ നിൽക്കുന്ന സ്റ്റെല്ലയെ വധുവായി സ്വീകരിക്കുവാൻ നീ വാഗ്ദാനം ചെയ്യുന്നുവോ? വാഗ്ദാനം ചെയ്യുന്നു. സ്റ്റെല്ല, മിശിഹായുടെ നിയമവും തിരുസഭയുടെ കൽപ്പനയും അനുസരിച്ച് ഈ നിൽക്കുന്ന പീറ്ററിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുവാൻ നീ വാഗ്ദാനം ചെയ്യുന്നുവോ? വാഗ്ദാനം ചെയ്യുന്നു. പീറ്റർ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ കൽപ്പനയും അനുസരിച്ച് ഈ നിൽക്കുന്ന സ്റ്റെല്ലയെ വധുവായി സ്വീകരിക്കുവാൻ നീ വാഗ്ദാനം ചെയ്യുന്നുവോ? വാഗ്ദാനം ചെയ്യുന്നു. സ്റ്റെല്ല, മിശിഹായുടെ നിയമവും തിരുസഭയുടെ കൽപ്പനയും അനുസരിച്ച് ഈ നിൽക്കുന്ന പീറ്ററിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുവാൻ നീ വാഗ്ദാനം ചെയ്യുന്നുവോ? വാഗ്ദാനം ചെയ്യുന്നു. ഫാദർ, ഫാദർ, ഞാൻ ജെയിംസ്. ഈ സമൂഹം എനിക്ക് തന്നിരിക്കുന്ന സ്ഥാനം, ഇവിടെ എത്താൻ ഞാൻ തിരഞ്ഞെടുത്ത വഴികൾ എല്ലാം തെറ്റായിരുന്നു. കുറ്റബോധം തോന്നി തുടങ്ങുന്ന രാത്രികളിൽ, ഞെട്ടി എഴുന്നേൽക്കുന്ന ദുസ്വപ്നങ്ങളിൽ ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു. ഒരുപക്ഷെ ഒരു ഡിപ്രഷനിലെത്തുന്നതിന് മുൻപ്, എൻ്റെ ജീവിതം അവസാനിക്കുന്നതിന് മുൻപ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു തുറന്ന കൺഫെഷൻ, മൈ ലാസ്റ്റ് കൺഫെഷൻ. ജീവിതം അങ്ങനെ അവസാനിക്കുന്നില്ല ജെയിംസ്. പ്രതീക്ഷകൾ എവിടെയും അസ്തമിക്കുന്നില്ല. ജീവിതം അവസാനിച്ചു എന്ന് തോന്നുന്ന സമയങ്ങളിൽ, പ്രതീക്ഷകൾ അസ്തമിച്ചു എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ, ജീവിതം ഇനിയും ബാക്കിയുണ്ടെന്നുള്ള തിരിച്ചറിവിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, ജീവിതത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ, അവിടെ പുതിയൊരു ജീവിതം തുടങ്ങുകയാണ്.